ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബൊട്ടിക് ഡിസൈനായിട്ടാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഡിസൈനോ പാറ്റേണോ ഒന്നും വരുന്നില്ല. നമുക്ക് ബീഡ്സ് വർക്കാണ് കംപ്ലീറ്റ് ആയിട്ടും വരുന്നത്. ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു യോക്ക് പോർഷനിലും അതുപോലെ സ്ലീവിലും ഒക്കെ വരുന്നൊരു ഡിസൈനാണിത്. അതുകൊണ്ട് ഒരുപാട് സമയം എടുക്കും നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ചെയ്യുന്നത്, നോർമൽ നീഡിലുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു സമയം വേണ്ടി വരും. അതുമാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു ഡിസൈനിൽ നമുക്ക് വരുന്നത് ഒരു ആലിയ കട്ട് മോഡലാണ് വരുന്നത്. നമ്മൾ ആ ഒരു തമ്പനയിൽ പിക്ചർ കണ്ടല്ലോ, അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളിവിടെ ചെയ്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോർഷനിൽ മാത്രം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ. നമ്മളിവിടെ ഡോട്ട് കൊടുത്തിട്ടില്ലേ, ആ ഒരു പോർഷനിൽ നമ്മൾ റൗണ്ട് ബീഡ്സും ബാക്കി കംപ്ലീറ്റ് പോർഷന് കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് പോകണം കേട്ടോ. ഇതാണ് നമ്മുടെ ഡിസൈൻ. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു പാറ്റേണും വരുന്നില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് കട്ട് ബീഡ്സ് ഇതേപോലെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ഒരു കട്ട് ബീഡാണ് എടുത്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗോൾഡൻ അല്ല, യെല്ലോയിഷ് ഷെയ്ഡാണ് വരുന്നത്. പിന്നെ അതുപോലെ നമ്മൾ റൗണ്ട് ബീഡ്സും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു യെല്ലോയിഷ് ഷെയ്ഡിലുള്ള ബീഡാകുമ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ ബീഡിൻ്റെ കളർ പോകുന്ന പോലെ പെട്ടെന്ന് പോകത്തില്ല. ഒരു ഗ്ലാസ് ബീഡാണ് ഇത് ശരിക്കും കേട്ടോ. ഗ്ലാസ് ബീഡ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും, അതിൻ്റെ നിറം നിലനിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡൻ ഷെയ്ഡിന് പകരം ഈ ഒരു കളറിലുള്ള ബീഡ് എടുക്കുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് അത് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ ഈ ഒരു സെയിം കളർ ചേർന്ന് പോകുന്ന ഒരു കളറിലുള്ള റൗണ്ട് ബീഡും കൂടെ എടുക്കാനായിട്ട് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ റൗണ്ട് ബീഡ് നമുക്ക് വളരെ കുറച്ച് മതി, അതായത് പേൾ ബീഡ്, കുഞ്ഞു പേൾ ബീഡാണ് നമ്മൾ എടുക്കണേ. അത് നമുക്ക് വളരെ കുറച്ച് മതി. പക്ഷേ നമുക്ക് കട്ട് ബീഡ്സ് കുറച്ച് ഏറെ വേണ്ടി വരും. കാരണം നമ്മൾ ആ ഒരു കംപ്ലീറ്റ് പോർഷൻ സ്പേസ് ഇല്ലാതെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്പേസ് ഇല്ലാതെ എന്ന് പറഞ്ഞാൽ തീരെ അങ്ങ് അടുപ്പിച്ച് ചെയ്യേണ്ട. ഞാനിപ്പോൾ ഈ ചെയ്ത് കാണിക്കുന്ന പോലെ തന്നെ അങ്ങ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒരു പാറ്റേണോ ഡിസൈനോ ഒന്നും നമ്മൾ ഫോളോ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ വലിയ സ്പേസ് ഇല്ലാണ്ട് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ എവിടെയൊക്കെയാണോ റൗണ്ട് ബീഡ്സ് കൊടുക്കാനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് ആ ഒപ്പം അതും കൂടി ഇന്ന് ചെയ്ത് പോയാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഗ്ലേസിങ് ഉള്ളൊരു ബീഡാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ക്യാമറയുടെ ഫ്ലാഷ് ഓൺ ചെയ്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് നല്ലൊരു എന്താ പറയുന്നത്, ഒരു വെട്ടം ക്യാമറയിലേക്ക് വരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഇത് കംപ്ലീറ്റ് ആയിട്ടും ഇതേപോലെ ചെയ്ത് വെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സൺലൈറ്റിലൊക്കെ നല്ലപോലെ ഇതുപോലെ തിളങ്ങും. നമ്മുടെ വർക്ക്, നമ്മുടെ ഡിസൈൻ ഇതുപോലെ തിളങ്ങും, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഒരു പാർട്ടി വെയർ നമുക്ക് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് സ്ലീവിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് യോക്ക് പോർഷനിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതായത് സ്റ്റിച്ച് ചെയ്ത കുർത്തിയിൽ നിങ്ങളുടെ കയ്യിൽ പ്ലെയിൻ ആയിട്ടുണ്ടെങ്കിൽ. ഇനി നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് സ്ലീവിലും ചെയ്ത് അതുപോലെ ആ യോക്ക് പോർഷനിലും ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ആലിയ കട്ട് കുർത്തി വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് തരത്തിലുള്ള കുർത്തിയാണോ ഉള്ളത് ആ ഒരു കുർത്തിയിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഭയങ്കര സിമ്പിളല്ലേ? പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഓരോ ബീഡ്സ് വെച്ചാണ് ചെയ്യുന്നത്. ഇത്രയും പോർഷൻ ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കും, അതെന്തായാലും എടുക്കും. പക്ഷെ നമുക്ക് തന്നെ നമ്മൾ ചെയ്തിടുമ്പോൾ നല്ലൊരു എന്താ പറയുന്നത്, ഭയങ്കര ഒരു കോൺഫിഡൻസും നമ്മൾ തന്നെ ചെയ്താണല്ലോ എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ മറ്റുള്ളവരോട് നമ്മൾ ചെയ്ത് മേടിച്ചിടുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു സന്തോഷം തോന്നില്ലേ. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഓരോ വർക്കുകളും കാണിക്കുമ്പം എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഈ ഒരു ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണുമ്പോൾ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഡിസൈനാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടും നമ്മൾ ഒരു പാറ്റേണും ഫോളോ ചെയ്യുന്നില്ല. ഇതുപോലെ ഒരുപാട് സ്പേസ് വരരുത്, എന്നാൽ അത്യാവശ്യം സ്പേസ് വരികയും ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ചുമ്മാ നമ്മൾ മുത്ത് വെതറിയ എങ്ങനെ ഇരിക്കും അതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ അതായത് നൂലെടുക്കുമ്പോൾ രണ്ട് സ്ട്രാൻഡ്സിലൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അതുപോലെ കെട്ടിടുന്നിടമൊക്കെ നല്ല ടൈറ്റായിട്ട് അതായത് കുറച്ച് വലിപ്പത്തിൽ തന്നെ കെട്ടിട്ടൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും പൊട്ടി പോകാതെ തന്നെ നിങ്ങൾക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കട്ട് ബീഡ്സ് കുറച്ച് ഭാഗത്ത് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ആ റൗണ്ട് ബീഡ് മാർക്ക് ചെയ്ത് കൊടുത്തെടുത്ത് അതും കൂടെ വെച്ച് കൊടുത്താൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ എനിക്ക് വരുന്നൊരു കമൻറ്റാണ്, ഞാനിത് എവിടെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന്. ഞാൻ ഈ ചെറിയ ഹൂപ്പിലാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ മടിയിൽ വെച്ചിട്ട് ഞാൻ കൈ കൊണ്ട് പിടിച്ചിട്ടാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹൂപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഫ്രെയിമൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് മേടിക്കാവുന്നതാണ്. ഓൺലൈനിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. വലിയ ഫ്രെയിമൊക്കെ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഓഫീസിൽ ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് കൂടുതലും വീഡിയോസ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് തന്നെയാണ് ചെയ്യണത് കേട്ടോ. ചെറിയ ഹൂപ്പിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുറച്ച് പോർഷൻസ് നിങ്ങളെ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമേ ഞാൻ ചെയ്ത് കാണിക്കാറുള്ളൂ.
ഫെയർ ആയിട്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടും കാണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കുക. ഔട്ട്ലുക്ക് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെങ്കിലും അത് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക്